NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ സെക്ടർ UK ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിരവധി ആളുകളാണ് ഈ രോഗം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദിനംപ്രതി ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി UK NHS ഒരുപാട് സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് NHSന്റെ ദൈനംദിന പ്രവൃത്തികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇപ്പോൾ വിന്റർ ടൈം കൂടി വന്നിരിക്കുന്നത് എന്നുള്ളത്. രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചതിനെ തുടർന്ന് UK പല സ്ഥലങ്ങളിലും NHSലൊക്കെ ബെഡ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പലരും കോറിഡോറിൽ കൂടെയൊക്കെ ചികിത്സ നീട്ടിക്കൊണ്ട് പോവുകയാണ്. ക്യൂ നീളുക എന്ന് പറഞ്ഞ പോലെ പലരും കോറിഡോറിലും മറ്റൊക്കെയാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ബെഡ് സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയെ ഓൾറെഡി സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. അതിന്റെ കൂടി പലരും സിക്ക് ലീവിലും മറ്റും ആയതുകൊണ്ട് തന്നെ അടുത്ത രീതിയിലുള്ള സമ്മർദ്ദമാണ് NHS അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിലവിൽ 50,000-ഓളം നഴ്സുമാരുടെ ഷോർട്ടേജ് ആണ്. നഴ്സുമാരുടെ മാത്രം 50,000-ഓളം ഷോർട്ടേജ് ആണ് UK ഉള്ളത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഗവൺമെന്റിനെ ഇത് അഭിമുഖീകരിക്കുക, ഇത് ഒന്ന് പരിഹരിക്കുക എന്ന് പറഞ്ഞ ചില കാര്യമല്ല. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കാതെ ഇതൊരിക്കലും പരിഹരിക്കാൻ സാധിക്കുകയില്ല.